ആനി അശോകൻ അടക്കമുള്ള CPM DYFI മുൻ നേതാക്കളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയിൽ ചേർന്ന റെജി ലൂക്കോസ് ഇനി BJPക്ക് വേണ്ടി സംസാരിക്കും. റെജി ലൂക്കോസിന് BJP സംസ്ഥാന വക്താവായി നിയമനം. കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആനി അശോകൻ അടക്കമുള്ള മുൻ CPM നേതാക്കളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും BJPയിൽ ചേർന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചതിന് CPM പുറത്താക്കിയ നേതാവാണ് തിരുവനന്തപുരം കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന ആനി അശോകൻ. ആനി അശോകന് പുറമെ DYFI മുൻ കുന്തളൂർ ലോക്കൽ സെക്രട്ടറി D ഹരീഷ്, DYFI മുൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി V ദിലീപ്, DYFI നേതാവായ അഖിൽ വേണു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇസാൻ ഹുസൈൻ എന്നിവരാണ് BJPയിൽ ചേർന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് ഓരോ ദിവസവും BJPയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും BJP വ്യക്തമാക്കി. BJP സംസ്ഥാന വക്താവായി റെജി ലൂക്കോസിനെ സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ നിയമിച്ചു. ജനുവരി 8-നാണ് ഇടത് സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് BJPയിൽ ചേർന്നത്. കേരളത്തിൽ നിലവിലെ സ്ഥിതിയിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല സാധ്യതയെന്നും പഴയ ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ നാട് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും പറഞ്ഞാണ് റെജി ലൂക്കോസ് ഇടത് ആശയങ്ങളോട് വിട പറഞ്ഞത്. ഇടതിനു വേണ്ടി മാധ്യമങ്ങളിൽ മുൻപ് വാദിച്ച റെജി ലൂക്കോസിനെ ഇനി BJP വക്താവായി കാണാനാകും.